ഹലോ ഗൈസ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 kg ബീഫാണ്. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ഉള്ളി. അത് ഞാൻ എടുത്തിരിക്കുന്ന ബീഫ് അനുസരിച്ചിട്ടാണ് ഞാൻ ആ ചെറിയ ഉള്ളിയുടെ ഇൻഗ്രീഡിയൻ്റ് എടുത്തിരിക്കുന്ന അളവ്. പിന്നെ വേണ്ടതാണ് കോക്കനട്ട് ഓയിൽ, പിന്നെ ഉപ്പ്, പിന്നെ ആകെ യൂസ് ചെയ്യണ വേറെ ഇൻഗ്രീഡിയൻ്റ് ആണ് ചില്ലി ഫ്ലേക്സ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് കുക്കറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ചെറിയൊരു ക്യൂട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. ദെൻ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ദെൻ ചെറിയുള്ളി ഇടാം. നമ്മളൊരു റെഡിഷ് കളർ ആവുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. സാധാരണ നമ്മൾ ബീഫൊക്കെ വെക്കുന്നത് ഇപ്പോൾ ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ കുക്കറിൽ ഡയറക്റ്റ് നമ്മൾ ജസ്റ്റ് ബീഫ് വേവിക്കാൻ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യണത്. പിന്നെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടില്ല, ഡയറക്റ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിൽ കിടന്നിട്ട് നല്ല രീതിയിൽ അത് റെഡിഷ് കളറിലോട്ട് ആവണം. സോ അതുവരെ ഇളക്കാം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു റെഡിഷ് കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിടാം. ബീഫിൻ്റെയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഉപ്പിടുന്നത് ഇവിടെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ആഡ് ചെയ്തത് പിങ്ക് സോൾട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഉപ്പാണുള്ളത് നോർമൽ സോൾട്ട് ഇട്ടാലും ഓക്കെ ആണ്. പിന്നെ ഞാനിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇടുവാണ്. അപ്പം ആവശ്യത്തിന് ഇടാം. ഞാനിപ്പോൾ 1/2 kg ബീഫ് എടുത്തുകൊണ്ട് ഈ ഒരു പാക്കറ്റിൽ ഒരു ഭാഗമല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. നല്ലൊരു ചില്ലീൻ്റെ ആ ഒരു സ്മെല്ലും ഓണിയൻ്റെയും ചില്ലിൻ്റെയും കൂടെ മിക്സ് വന്നപ്പോൾ ഒരു സ്മെല്ലൊക്കെ വന്നിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം ബീഫ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ ഇടുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. കാരണം ബീഫ് ഓൾറെഡി കഴുകി നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെക്കുമ്പോഴാണെങ്കിൽ ബീഫിൽ കുറച്ച് വെള്ളമുണ്ടോ. അപ്പോൾ ആ വെള്ളം ഊർന്നിട്ട് നമുക്കിവിടെ ആവശ്യത്തിനുള്ള വേവാനുള്ള ഇത് ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല. ബീഫിലുള്ള അത്രയും വെള്ളം തന്നെ ഇത് വേവാനായിട്ട് മതിയാകും. നമുക്കിനി ഇത് ഞാനിപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം. ഇത് ബീഫ് സാധാരണ വേവിക്കാനുള്ള ആ ഒരു വിസിൽ ഞാനിവിടെ നോർമലി ഒരു 5 to 8 വിസിൽസാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വിസിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ബീഫ് വെന്തിട്ടെന്ന് വിശ്വസിക്കുന്നു. 10 വിസിലാണ് അടിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഒരു കയ്യിൽ ഫോണുള്ളതുകൊണ്ട് തുറക്കാൻ കുറച്ച് പാടാണ്. താഴെ പോയത് നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ തുറക്കാം. ചെറിയൊരു കപ്പലണ്ടിയും കടലയൊക്കെ പുഴുങ്ങിയൊരു സ്മെല്ലാണ് വരുന്നത്. ബീഫിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് നമുക്കിതിന് ചെറിയൊരു പാത്രത്തിലൂടെ ആക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ കുക്കറിൽ വേവിച്ച ബീഫ് ഞാൻ ചെറിയൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഇത്രയാണ് 1/2 kg ബീഫ് എടുക്കുമ്പോൾ വരുന്നത്. ഈ വെള്ളം ഞങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തല്ല, ബീഫിൽ തന്നെ വന്ന വെള്ളമാണ്. ഇത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഒരു ചെറിയൊരു റോ ടേസ്റ്റും അതിൻ്റെ കൂടെ ഈ മുളകിൻ്റെയും ഉപ്പിൻ്റെ എല്ലാം കൂടി ആഡായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഡ്രൈ ആക്കി കഴിയുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഡ്രൈ ആക്കിയിട്ട് ബാക്കി കാണിക്കാം. അങ്ങനെ നമ്മുടെ മാസ്റ്റർ ഷെഫ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഷെഫ് എന്തെങ്കിലും പറ. നമുക്കിനി ഇത് വറ്റാൻ വേണ്ടി വെച്ചേക്കുവാണ്. കുക്കറിൽ നമ്മൾ ഇറക്കിയായിരുന്നു. ഇനി നന്നായി വരണ്ട് കഴിയുമ്പോൾ ആ ഒരു റോസ്റ്റ് ഫീൽ ആവും നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ചില്ലി ഫ്ലേക്സ് ഇട്ടപ്പോൾ നമുക്ക് അധികം കളർ തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടോ എല്ലാം നല്ല ബ്ലെൻഡായിട്ട് കളറായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളി, സാധാരണ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഉള്ളി അരിഞ്ഞിടും. ഇവിടെ നമ്മൾ ഉള്ളി കറക്റ്റ് ആ ഒരു അരിയാതെയാണ് നമ്മൾ ഇട്ടത്. അപ്പം അതൊക്കെ എല്ലാം ഈ ഗ്രേവി ആയിട്ട് ഫുള്ള് ബ്ലെൻഡായിട്ട് ശരിക്കും നമ്മളത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കണ്ടോ ഏകദേശം നല്ല രീതിയിൽ ഇത് ബ്ലെൻഡായി റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വറ്റിക്കുന്നുണ്ട്. ഒരു സെമി ഗ്രേവി ടൈപ്പാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് കുറച്ചുകൂടി വറ്റിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും വറ്റിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഗ്രേവി നിർത്തിയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ടച്ചിങ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇടാം. ഞാൻ എന്തായാലും ഓഫ് ചെയ്യുവാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടുണ്ടാക്കിയതാണ്. ഇതേപോലെ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ട്. ഇതിനേക്കാൾ സിമ്പിളായിട്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ റെസിപ്പി കയ്യിലുണ്ട്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളോട് പറയൂ, അതും ഞങ്ങൾ ചെയ്യുന്നതാണ്. ബൈ ഗൈസ്. Bye. See you next time. See you next time.